ഏകദേശം 2 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിന് വിരാമമിട്ടുകൊണ്ട് ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിച്ച് തെലുങ്കാന ഹൈക്കോടതി. ഭാര്യയ്ക്ക് 50 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും തെലുങ്കാന ഹൈക്കോടതി വിധിച്ചു. കഴിഞ്ഞ 17 വർഷമായി ദമ്പതികൾ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അനുരഞ്ജനത്തിന് സാധ്യതയില്ലാത്ത വിധം വിവാഹ ജീവിതം തകർച്ചയിലേക്ക് എത്തിയെന്ന് ജസ്റ്റിസുമാരായ കെ ലക്ഷ്മണൻ, നർസിംഗ് റാവു, നന്ദിക്കൊണ്ടയിൽ തടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ച് നിരീക്ഷിച്ചു. ദ്രോണരാജും ശ്രീകാന്ത് ഫാനികുമാറും ദ്രോണരാജ് വിജയലക്ഷ്മിയും തമ്മിലുള്ള ദാമ്പത്യ തർക്കം തുടങ്ങുന്നത് 2002 മെയ് മാസത്തിലാണ്. 2003 മകൾ ജനിച്ചയുടൻ ദമ്പതികൾ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി. 2008 ഭർത്താവ് വിവാഹമോചനം തേടി കുടുംബ കോടതിയെ സമീപിച്ചു. കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി വീണ്ടും ഒന്നിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഭാര്യ ദാമ്പത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി അപേക്ഷ നൽകി. കുടുംബ കോടതി ആദ്യം വിവാഹമോചനം അനുവദിച്ചെങ്കിലും ഭാര്യ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. സഹകരിക്കാൻ താൽപ്പര്യമില്ലാത്തപ്പോൾ കക്ഷികളെ നിയമപരമായ വ്യവഹാരങ്ങൾ തുളച്ചിടുന്നത് ഒരു ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. വിവാഹം തുടരുന്നത് ഇരു കക്ഷികൾക്കും വൈകാരികമോ സാമൂഹികമോ ആയ നേട്ടം നൽകുന്നതിനേക്കാൾ ശത്രുത വളർത്തുക മാത്രമേ ചെയ്യൂ എന്ന് ജസ്റ്റിസ് കെ ലക്ഷ്മണൻ പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ 50 ലക്ഷം രൂപ ഭാര്യയ്ക്ക് ജീവനാംശമായി ഭർത്താവ് നൽകണമെന്നും കോടതി ഉത്തരവ് വന്നു.